നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങൾ ഭീതി വിതയ്ക്കുകയാണ്, അക്രമം അഴിച്ചുവിടുകയാണ്. തലസ്ഥാനത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. തിരുവനന്തപുരത്ത് മകനെയും അച്ഛനെയും നടു റോഡിൽ വെച്ച് ക്രൂരമായി തല്ലിച്ചതച്ച സംഭവം. +2 വിദ്യാർത്ഥിയെ നിലത്തിട്ട് ഗുണ്ടാ സംഘം ചവിട്ടി. BSNL ഉദ്യോഗസ്ഥൻ രാജേഷിന് മകൻ അഭിനവിനുമാണ് മർദ്ദനമേറ്റത്. തകരപ്പറമ്പ് കുട്ടൻ എന്ന ഗുണ്ടയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. കുട്ടന്റെ വാഹനം മാറ്റാൻ ഹോൺ മുഴക്കിയതാണ് പ്രകോപന കാരണം. 2 കാറുകൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഹോൺ അടിച്ചിട്ടൊന്ന് മാറി തരാൻ പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യാതെ അല്ല, നമ്മൾ ബൈക്കിലായിരുന്നു. പിന്നെ ഹോൺ അടിച്ചിട്ടൊന്ന് മാറ്റി തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ ഓടിക്കൊണ്ട് വന്നിട്ട് എന്താടാ എൻ്റെ ഫ്രണ്ടുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാടാന്ന് പറഞ്ഞിട്ട് എന്നെ മൃഗീയമായിട്ട് ഇടിച്ച്, അതായത് എൻ്റെ ബാക്കിൽ ഇടിച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇടിച്ചപ്പോൾ എൻ്റെ തല കറങ്ങി ഞാൻ വീണ. മോനെ അവരെടുത്തിട്ട് ചവിട്ടി തറയിട്ട് അവൻ്റെ നെറ്റിയിലൊക്കെ എടുത്തിട്ട് ചവിട്ടുന്നത് കണ്ടത്. അപ്പോൾ ആൾക്കാർ ഓടി വരുന്നതുകൊണ്ട് ഇവർ ഇടിച്ച അയാൾ ഓടയും. മറ്റേ ഈ തകരപ്പറമ്പ് കൂട്ടെന്ന് പറഞ്ഞാൽ ആ ഗുണ്ട അവിടെ നിന്ന് ഷോ കാണിച്ച് അതുവഴി ശ്രീകണ്ഠേശ്വരം കോവിൽ വഴി നടന്നു പോകരുത്. എന്നെ അങ്ങനെ ഒന്നും പറയാതെ അടിച്ച് 2 പേരും വേഗം ചാടി വന്ന് ഇവിടെ വണ്ടി കൂട്ടുകാരനെ സംസാരിക്കണമെന്ന് കണ്ടുവിടണമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വണ്ടിയിൽ നിന്ന് ചവിട്ടിയിട്ടപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് വേഗം എന്നെ ആക്രമിക്കാൻ തുടങ്ങി. 2 പേരും കൂടെ ചേർത്ത് എൻ്റെ ഒരാൾ കൈ പിടിച്ച് വെച്ചിട്ട് മറ്റേ മോന്തക്കിട്ട് ചവിട്ടുമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങനെ ഇടപെട്ടില്ല. എല്ലാവരും വിടറാന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് മോന്തയിലിട്ട് കുറേ തവണ ചവിട്ടി തന്നു. നേരത്തെ കണ്ടിട്ടുണ്ടോ മോനി? ഇല്ല, ആദ്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്ന. ഇയാള് എന്നോട് ചോദിച്ചു പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഒരു കൊച്ചു കുട്ടി മീൻസ് അതിനെ ട്യൂഷൻ കഴിഞ്ഞ് കൊണ്ടുവരുന്ന കുട്ടിയെ ഇങ്ങനെ അടിക്കുമ്പോൾ പരാതി ഉണ്ടാവില്ലേ, അതെന്തെങ്കിലും ചെയ്തിട്ടാണോ? അവ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഇതുണ്ടായത്. അപ്പോൾ എന്നോട് ചോദിക്കുവാണ് പരാതി ഉണ്ടോ എന്ന്. അതിന് ചതച്ചരച്ച് അവിടെ ഇട്ടേക്കുവാണ്. അപ്പോൾ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. പേര് പറഞ്ഞില്ല, എന്നോട് ചോദിച്ചത് അങ്ങനെയാണ്, പരാതി ഉണ്ടോ എന്ന്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ന്യൂസ് 18 ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. കാരണം ഒരു കുടുംബത്തിന് നേരെ ഗുണ്ടാ സംഘത്തിൻ്റെ ആക്രമണം, അതും അവരുടെ വാഹനം മാറ്റാൻ ഹോൺ മുഴക്കിയതിൻ്റെ പേരിൽ ഒരു +2 വിദ്യാർത്ഥിയെയും അച്ഛനെയും ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന സംഭവം. ഇതെപ്പോഴായിരുന്നു? ഈ കുടുംബത്തിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാരണം ഈ മർദ്ദനമേറ്റ കുട്ടിയുടെ 17-കാരൻ്റെ അമ്മ വലിയ പരിഭവം പങ്കുവെക്കുന്നുണ്ട്. കാരണം പോലീസിൻ്റെ മുന്നിൽ പരാതിയുമായി പോയപ്പോൾ വേണ്ട രീതിയിലൊരു നടപടി എടുത്തില്ല എന്നൊരു ആക്ഷേപമുണ്ടോ അവർക്ക്? തീർച്ചയായിട്ടും ഇന്നലെ രാത്രി ഏതാണ്ട് 8:30 മണിയോട് കൂടിയായിരുന്നു സംഭവം. തിരുവനന്തപുരം കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന് സമീപമാണ് ഈ കുട്ടിയെ ട്യൂഷന് കൊണ്ടാക്കിയിട്ട് +2 ഇപ്പോൾ ജയിച്ച +1 കഴിഞ്ഞ് +2 എത്തിയ കുട്ടിയാണ്. ട്യൂഷന് കൊണ്ടുപോയി മടങ്ങി വരും വഴിയാണ് ഈ കുടുംബത്തിന് ഈ ദുരനുഭവം ഉണ്ടായത്. 2 കാറുകൾ, ഒരു ചെറിയ റോഡാണ് അവിടെ 2 കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ബൈക്ക് കടന്നു പോകാൻ വഴിയില്ല. ഹോൺ അടിച്ചതാണ് ഈ ഗുണ്ടകളെ പ്രകോപിപ്പിച്ചത്. എനിക്ക് എൻ്റെ സുഹൃത്തിനോട് സംസാരിക്കാൻ കഴിയില്ലടാന്ന് ചോദിച്ചുകൊണ്ട് കുട്ടനൊപ്പമുള്ള അയാളുടെ പേര് സതീഷ് എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന. ആ പേരിലേക്ക് തന്നെ കുറച്ചുകൂടി സ്ഥിരീകരണം വേണ്ടി വരും. ഏതായാലും അയാളാണ് ആദ്യം ഈ അക്രമം തുടങ്ങിയത്. ഈ കുട്ടിയുടെ അച്ഛനെ രാജേഷിനെ, BSNL ജീവനക്കാരനാണ് അദ്ദേഹത്തെ മൃഗീയമായി മർദ്ദിച്ചു. വാഹനത്തിൽ നിന്ന് അദ്ദേഹം വീഴുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുട്ടിയുടെ കാര്യം കുട്ടിയെ മർദ്ദിക്കില്ല എന്ന് കരുതിയാകാം അദ്ദേഹം അവിടെ നിന്ന് ഓടി അടുത്തൊരു കടയിൽ കയറി അഭയം തേടി. അവിടെ നാളുകളെ വിളിച്ചു കൂട്ടി. അവർ തിരിച്ചു വരുമ്പോഴാണ് കാണുന്നത് കുട്ടിയെ കൂടി മൃഗീയമായി മർദ്ദിച്ചു, നിലത്തിട്ട് ചവിട്ടുന്നു. ആ ദൃശ്യങ്ങളാണ് അയാൾ കണ്ടത്. പിന്നീട് നാട്ടുകാർ വന്നപ്പോൾ ഈ ഗുണ്ടകൾ പേടിച്ച് ഭയന്നൊന്നും പോയില്ല. അവർ വളരെ കൂളായി അവിടെ നിന്ന് നടന്നു പോകുന്നു തന്നെ അവർ പറഞ്ഞു. പിന്നീട് അവിടെ കുറച്ച് ബഹളമൊക്കെ ഇവർ ഉണ്ടാക്കി. ഇവർ ശ്രീകണ്ഠേശ്വരം ഭാഗത്തേക്ക് പോകും. ശ്രീകണ്ഠേശ്വരം അമ്പലത്തിന് തൊട്ട് മുന്നിലാണ് ഈ കുട്ടിയുടെ സ്ഥലം. ഇവരുടെ വീട് അവിടെയാണ്, ഫ്ലാറ്റ് അവിടെയാണ്. അവിടെ തന്നെയാണ് ഈ തകരപ്പറമ്പ് കുട്ടൻ്റെയും മറ്റും വിഹാര കേന്ദ്രവും. നേരത്തെയും നിരവധി കേസുകൾ പ്രതിയായ ആളാണ് കുട്ടൻ. കഴിഞ്ഞ കുറേ നാളുകളെ ഇയാളുടെ പേര് അങ്ങനെയൊന്നും കേൾക്കാറില്ലായിരുന്നു. പക്ഷേ മൃഗീയമായി തന്നെ മർദ്ദിച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷം അവിടെ വലിയൊരു സീനുണ്ടാക്കി ആളുകളെ ഭയപ്പെടുത്തിയാണ് ഈ ഗുണ്ടകൾ അവിടെ നിന്ന് പോയത്. അപ്പോൾ തന്നെ പോലീസ് എത്തിയിരുന്നു. പക്ഷേ
ഗുണ്ടകളെ പിടിക്കാൻ പോലീസ് ശ്രമിച്ചില്ല. അതിന് പകരം ഏതാണ്ട് 12 മണിക്കൂറിന് ശേഷം ഇന്ന് രാവിലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ കുട്ടിയുടെ അമ്മയെ കവിതയെ വിളിച്ച് ചോദിച്ചത് നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്നുള്ളതാണ്. അവർ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു. ഈ പോലീസ്, നമ്മൾ ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങളിലൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥരോടും അവർ ഈ പരാതി പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചോദിച്ചത് എന്ന് ഈ അമ്മയും അവരുടെ ബന്ധുക്കളും ഒക്കെ പറയുന്നുണ്ട്. അന്ന് പോലീസ് നൽകിയ മറുപടി, അങ്ങനെ പോലീസ് ഒരിക്കലും അങ്ങനെ പറയില്ല, ആരാണ് എന്ന് പരിശോധിക്കാമെന്നൊരു മറുപടിയിൽ അവർ ഒതുക്കുകയായിരുന്നു. ഏതായാലും 2 ഗുണ്ടകൾ അതിക്രൂരമായി ഒരു +2 വിദ്യാർത്ഥിയും അതുപോലെ അച്ഛനെയും മർദ്ദിച്ചിട്ടും പ്രതികളിലേക്ക് എത്താൻ പോലീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രതികൾ ഇപ്പോൾ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമാണ്. ഇത്രയധികം സമയം കിട്ടിയാൽ ഏത് പ്രതിക്കും, പ്രത്യേകിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കൊക്കെ ഒളിവിൽ പോകാനും പോലീസിനെ വെട്ടിക്കാനും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അവർ ആ രീതിയിൽ ഈ ഘട്ടത്തിൽ മാറിക്കാണണം. ഏതായാലും ഇന്നലെ രാത്രി 8:30 സംഭവിച്ചിട്ട് ഇത്രയും സമയം പോലീസ് മിണ്ടാതിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് 18 ഉൾപ്പെടെ മാധ്യമങ്ങൾ വാർത്ത നൽകിയതിനു ശേഷമാണ് ഈ പോലീസ് വീട്ടിലേക്കെങ്കിലും എത്തിയത്. പരാതി ഉണ്ടോ എന്ന് വിളിച്ചന്വേഷിച്ച് എത്ര മര്യാദയോടെയാണ് പോലീസ് ഇടപെട്ടതെന്നൊക്കെ അതിൽ നിന്ന് വ്യക്തമാകാം. മര്യാദയുടെ അങ്ങേയറ്റം എന്നതിന് പറയണം. അങ്ങനെ ഇടപെട്ടവർ വന്നതാണ്. ഏതായാലും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് മേധാവിയും ഓഫീസും ഈ വാർത്തയിൽ ഇടപെട്ടിട്ടുണ്ട്. വഞ്ചൂർ പോലീസിനോട് അന്വേഷണം വേഗത്തിലാക്കാനും പ്രതികളെ കണ്ടെത്താനും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീർച്ചയായും നമുക്കറിയാം അരുൺ, ഇപ്പോൾ ഈ ലഹരി മാഫിയെ പൂട്ടാൻ ഓപ്പറേഷൻ തൂഫാനുമായി പുതിയ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ഫലപ്രദമായി തന്നെ മുന്നോട്ട് പോകുന്നു. സംസ്ഥാന വ്യാപകമായ റെയ്ഡും പരിശോധനകളുമുണ്ട്. അതിനേക്കാൾ അപകടകാരികൾ ഈ ഗുണ്ടാ ക്രിമിനൽ സംഘങ്ങൾ തന്നെയാണ്. മുൻപ് ഗുണ്ട ആക്ട് നടപ്പാക്കിയുള്ള സംസ്ഥാനം കൂടിയാണ്. പക്ഷെ അവിടെയാണ്, പ്രത്യേകിച്ചും തലസ്ഥാന നഗരത്തിൽ, ഇത്രയും പോലീസിൻ്റെ സുരക്ഷയും നിരീക്ഷണങ്ങളൊക്കെ ഉള്ള തലസ്ഥാന നഗരത്തിലാണ് ഇങ്ങനെ ഗുണ്ടകളുടെ തേർവാഴ്ച നടക്കുന്നത്. ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള നടപടിയും ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കേണ്ടതല്ലേ? മാത്രമല്ല, ഇങ്ങനെ ഒരു പോലീസുകാരുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യമല്ലേ? തീർച്ചയായിട്ടും അത് ഉണ്ടാകേണ്ടതാണ്. ഇന്നലെ തലസ്ഥാനത്തെ ഗുണ്ടകൾക്കൊരു പ്രത്യേക ദിവസമായിരുന്നു. കാരണം ഇന്നലെ തിരുവനന്തപുരം നഗരസഭയിലെ കോർപ്പറേഷൻ ഓഫീസിൽ നഗരസഭയുടെ കീഴിലുള്ള പാർക്കിംഗ് സ്ലോട്ട് ഏരിയകളുണ്ട്. അവിടുത്തെ ടെൻഡറായിരുന്നു ഇന്നലെ. അവിടെ തലസ്ഥാനത്തെ പ്രദേശത്തെ മാത്രമല്ല, നഗരപ്രാന്തങ്ങളിലെയും റൂറൽ ഏരിയകളിലെയും ഒക്കെ ഏതാണ്ട് എല്ലാ ഗുണ്ടാ സംഘങ്ങളും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഈ പാർക്കിംഗ് കൊട്ടേഷൻ പിടിക്കുക ഗുണ്ടകളാണ്. അവിടെ ഈ കുട്ടൻ ഉൾപ്പെടെയുള്ള, അയാൾക്കൊപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പേരുകാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ നഗരസഭയിലുണ്ടായിരുന്നു. അവിടെ നമുക്ക് ലഭിച്ച വിവരം, ഗുണ്ടകൾ ഒരുമിച്ച് നിൽക്കുന്നു. അല്ലാതെ സാധാരണക്കാരായ ആളുകളുമൊക്കെ, ഈ ഗുണ്ടാ സംവിധാനം ഇല്ലാത്ത ആളുകളുമൊക്കെ ടെൻഡർ പിടിക്കാൻ വന്നു. അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി ഓടിക്കാൻ വലിയൊരു ഗുണ്ടാ സംഘം ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പോയ വഴിയാണ് ഈ ഗുണ്ടകൾ ഇങ്ങനെ ഈ കുട്ടനും ഒപ്പമുള്ള ആളുമൊക്കെ ഈ കുടുംബത്തെ ആക്രമിച്ചത്. ഇന്നലെ മറ്റൊരു ബാറിലും ഇവർ എത്തി ബഹളമുണ്ടാക്കിയതായി ഇപ്പോൾ പരാതി വരുന്നുണ്ട്. ബാറുടമ അത് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നു. പോലീസ് കേസെടുക്കുന്നതിൽ നിന്ന് പിൻവലി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഗുണ്ടകൾ ഈ പാർക്കിംഗ് കൊട്ടേഷൻ പിടിക്കാനായി നഗരത്തിലെ ഏതാണ്ട് എല്ലാ ഗുണ്ടകളും അവിടെ ഒത്തുചേർന്നിരുന്നു എന്നുള്ളതാണ് വസ്തുത. പോലീസിൻ്റെ മൂക്കിൻ തുമ്പിലാണ്, BCM പോലീസ് സ്റ്റേഷന് സമീപമാണ് ഈ നഗരസഭാ ഓഫീസ്. ആർക്കാണ് ടെൻഡർ കിട്ടിയെന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ഗുണ്ടകളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗവും ഇത്തരം ടെൻഡറുകളാണ്. കോർപ്പറേഷൻ്റെ വിവിധ പാർക്കിംഗ് സ്ലോട്ടുകൾ, അത് പാളയം, അതുപോലെ ഈസ്റ്റ് ഫോർട്ട്, ഗാന്ധി പാർക്കിന് സമീപം, അതുപോലെ തമ്പാനൂരിലൊക്കെയുള്ള പാർക്കിംഗ് സ്ലോട്ടുകൾ, പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഈ കൊട്ടേഷൻ എടുക്കുന്നത് മറ്റു പല പേരുകളിലുമായിരിക്കാം. പക്ഷേ അവിടെയൊക്കെ ഇവരുടെ ഒരു മേൽനോട്ടമുണ്ട്. ഇവരുടെ ലാഭം പോകുന്നതൊക്കെ അവരിലേക്ക് തന്നെയാണ്. അതിനുവേണ്ടി ഇന്നലെ ഇവർ സംഘടിച്ചിരുന്നു എന്ന വിവരം പോലീസിൽ തന്നെ ഇപ്പോൾ ലഭിക്കുന്നുമുണ്ട്. ഏതായാലും അവിടെ പോയിട്ട് വന്ന വഴിയാണ് ഈ കുടുംബത്തിനേരെ ആക്രമണം ഉണ്ടായത്. തീർത്തും അപരിചിതമായ ഒരു സാഹചര്യത്തിൽ ആ കുടുംബം പെട്ടുപോവുകയായിരുന്നു. തീർച്ചയായും അങ്ങനെ ഒരു ഗുണ്ടകളുടെ ഒരു സംഗമം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് പോലീസ് അറിഞ്ഞില്ല എന്നതൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു ഇൻ്റലിജൻസിൻ്റെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്ത് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഗുണ്ടകളുടെ തേർവാഴ്ച കാണുന്നുണ്ട്. ഗുണ്ടാ കുടിപ്പക, അതേ തുടർന്നുള്ള ആക്രമണവും കൊലപാതകവും ഒക്കെ തലസ്ഥാന നഗരത്തിലടക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ തന്നെ വലിയ അപകടത്തിലേക്ക് പോകാം. ശക്തമായ നടപടി അവർക്കെതിരെ ആവശ്യമല്ല. ഇത് ഒരുപക്ഷെ ആഭ്യന്തര മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു വിഷയം കൂടിയാണ്.
തീർച്ചയായിട്ടും ഇത് ഈ തൂഫാനുമായി ലഹരിക്കെതിരെ ആഭ്യന്തര വകുപ്പ് ഇറക്കി വളരെ വളരെ നല്ല തീരുമാനം തന്നെയാണ്. പക്ഷേ ഇതുപോലെ ഈ ഗുണ്ടകൾ ഇപ്പോഴും ഉണ്ട്. അത് ഒരുപക്ഷെ നേരത്തെയുള്ള ആ രീതിയിലുള്ളൊരു അവരുടെ ഒരു ഇടപെടലായിരിക്കില്ല. മറ്റു പല മേഖലകളിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അവിടെ പോലീസിൻ്റെ ശ്രദ്ധ തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. ഇവിടെ ഈ കുടുംബത്തിൻ്റെ അനുഭവം തന്നെ ഒരു കാരണവശാലും അവർ പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. ഈ 17 വയസ്സ് മാത്രമുള്ള ഈ കുട്ടിയെ ഇങ്ങനെ മർദ്ദിക്കാൻ തയ്യാറായില്ലെങ്കിൽ എത്രത്തോളം ക്രൂര മനസ്സുള്ളവരായിരിക്കാം അവർ. ഈ അച്ഛനെ മർദ്ദിക്കുന്ന ഒരു ഹോൺ അടിച്ച് വണ്ടി മാറ്റാൻ ഒരുപക്ഷെ എൻ്റെ എക്സ്ട്രീമിൽ നമുക്ക് പറഞ്ഞാൽ വണ്ടി മാറ്റടാ എന്ന് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞു കാണണം. അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ പറയുന്ന ഒരാളാണെന്ന് പോലും നമുക്ക് കരുതാൻ വയ്യ. അത്രയധികം ഭയന്ന് വിറച്ച് ഇരിക്കുകയാണ് കുടുംബം. ആ അമ്മ പറഞ്ഞത് നമ്മുടെ ആദ്യം പറഞ്ഞത് കൈകൊണ്ട് പോലും ഒന്ന് ഉപദ്രവിച്ചിട്ടാത്ത മകനാണ്. ആ മകനെയാണ് ഇത്തരത്തിൽ 2 ഗുണ്ടകൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച് നിലത്തിട്ട് ചവിട്ടി അരച്ചത്. ആ അമ്മയോടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചത്, നിങ്ങൾക്ക് കേസുണ്ടോ, പരാതിയെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തെയാണ് ആ കുടുംബം ഒരുപക്ഷെ ഇപ്പോഴും അവർ കേസുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പറയുന്നു. പക്ഷേ നമുക്കറിയാം പോലീസിൻ്റെ സർക്കാരിൻ്റെ സംവിധാനം പൂർണ്ണമായി അവർക്ക് നിന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ പോലും കഴിയില്ല. അത്രയധികം സ്വാധീനമുള്ളവരാണ് ഗുണ്ടകൾ. അത്രയധികം കുപ്രസിദ്ധരാണ് ഈ പറയുന്ന ഈ കേസിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ആളുകളൊക്കെ. അതുകൊണ്ട് തന്നെ വലിയ ഇടപെടൽ പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകണം. ഈ കുടുംബത്തിന് അവർ സാധാരണ സർക്കാർ ജോലി ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഭയമുണ്ടാകും. ഗുണ്ടകളുടെ വലിയൊരു കേന്ദ്രം എപ്പോഴും ഈ തകരപ്പറമ്പ് മേഖലകൾ കേന്ദ്രീകരിച്ച് അവർ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ ഈ ഗുണ്ടകൾ അവരുടെ സംവിധാനങ്ങളുണ്ട്. അത് ഒരുപക്ഷെ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ മറവിലായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ ആകാം. അങ്ങനെ ഗുണ്ടകൾ ഇവിടെ ഉണ്ട് എന്നത് വസ്തുതയാണ്. അതിനെ എത്രത്തോളം ശക്തമായ നടപടിക്ക് ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമെന്നാണ് അറിയേണ്ടത്. ടോം. യെസ്, വ്യക്തമാണ്. അതാണ് എന്തായാലും ഈ ഗുണ്ടകളെ അമർച്ച ചെയ്തില്ലെങ്കിൽ അത് കാര്യങ്ങൾ ഒരു പക്ഷേ കൈവിട്ടു പോകും. പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഗുണ്ടാ നേതാക്കന്മാർ വളർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് മറ്റൊരു ഈ എറണാകുളം കോതമംഗലത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ CIA ഭീഷണിപ്പെടുത്തിയ ഒരു ഗുണ്ടയെക്കുറിച്ചുള്ള വാർത്ത കൂടി അറിയണം. പോലീസിന് നേരെ ഭീഷണിയുമായി അർജുൻ ആയങ്കിയാണ് ഫേസ്ബുക്കിൽ പരസ്യമായി വെല്ലുവിളി മുഴക്കിയിരിക്കുന്നത്. കോതമംഗലം CIA വെറുതെ വിടില്ല, കായികപരമായി നേരിടും, സമാധാനത്തോടെ പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ ഭീഷണി. ഞങ്ങളുടെ ജീവിതം കീഴ്മേൽ മറിച്ച SHOയെ വെറുതെ വിടില്ലെന്നും നിയമപരമായും വേണ്ടിവന്നാൽ കായികപരമായും നേരിടുമെന്നും അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ ഭീഷണി മുഴക്കുന്നുണ്ട്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, DYFIയുടെ പഴയ പ്രവർത്തകനാണ്, CPM വളർത്തിക്കൊണ്ടുവന്ന ഗുണ്ടയാണ്. ഇത് ഭരണം മാറിയത് ഒരുപക്ഷെ അർജുൻ ആയങ്കി അറിഞ്ഞുവെന്ന് പോലും സംശയമുണ്ട്. കാരണം ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ പോലും ഇവരെയൊക്കെ സംരക്ഷിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭരണം മാറി വീണ്ടും ഇതുപോലുള്ള ഭീഷണിയുമായി അർജുൻ ആയങ്കയെ പോലുള്ള ഗുണ്ടകൾ രംഗത്തെത്തിയിരിക്കുന്ന ഒരു പോലീസുകാരന് പോലും ഈ നാട്ടിൽ രക്ഷയില്ലാത്ത അവസ്ഥ. അതായത് കായികപരമായി നേരിടും, കുടുംബത്തിന് നേരെ പോലും, ഈ ഉദ്യോഗസ്ഥൻ്റെ കുടുംബത്തിന് നേരെ പോലും അർജുൻ ആയങ്കി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഭീഷണി മുഴക്കുന്നുണ്ടല്ലോ. സംഭവത്തിൽ ഇത് പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. നടപടിയിലേക്ക് നീങ്ങുമോ? ടോം, ഇത് കോതമംഗലത്തിലെ CI പ്രശാന്തിനെതിരായിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതിൽ പരസ്യമായി തന്നെയാണ് CIയെ വെല്ലുവിളിക്കുന്നത്. പെൻഷൻ പറ്റി ജീവിക്കാൻ പോലും അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ് ഇപ്പോൾ അർജുൻ ആയങ്കി നടത്തിയിരിക്കുന്നത്. ഒരു പരസ്യമായിട്ടുള്ള ഒരു വെല്ലുവിളിയായി തന്നെ നമുക്കിതിൽ കണക്കാക്കാം. ആദ്യം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ആ പോസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു പാരഗ്രാഫിലൊക്കെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. അതിനുശേഷം അർജുൻ ആയങ്കി പറയുന്നത് അർജുൻ ആയങ്കിക്കൊപ്പം അറസ്റ്റിലായ അന്നുണ്ടായിരുന്നവരെയാണ്. അതായത് ഇത് കോതമംഗലത്തെ ഒരു പുന്നേക്കാടുള്ള റിസോർട്ടിൽ വെച്ചായിരുന്നു അർജുൻ ആയങ്കിയെ കൂട്ടാളികളെയും അതോടൊപ്പം തന്നെ മരട് അനീഷിന്റെ കൂട്ടാളികളെയും ഒക്കെ പോലീസ് പിടികൂടുന്നത്. പിന്നീട് അവരെ റിമാൻഡിൽ പോകുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ ഗുണ്ടകളെല്ലാം ഒത്തുകൂടി എന്നൊരു കേസായിരുന്നു പോലീസ് അന്ന് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. പക്ഷേ അർജുൻ ആയങ്കിയുടെ ഈ പോസ്റ്റിൽ പറയുന്നത് പ്രകാരം അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത ഇവരുടെ കൂട്ടത്തിലുള്ള 2 പേർ തങ്ങളെക്കുറിച്ച് അറിയാത്ത നിരപരാധികളായിട്ടുള്ള 2 പേരാണ്. അന്ന് ആ കല്യാണ ചടങ്ങിൽ തങ്ങളോടൊപ്പം കൂടാൻ എത്തിയവരാണ്. അവർക്ക് അർജുൻ ആയങ്കി ആരാണെന്ന് പോലും അറിയിരുന്നില്ല. അങ്ങനെയുള്ള 2 പേരെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് തനിക്കൊപ്പം ഉണ്ടായിരുന്ന പലരും ആ കല്യാണ ചടങ്ങിന് വേണ്ടി മാത്രം വന്നവരാണ്. അതിൽ ഒരു സുഖമില്ലാത്തൊരു യുവാവ് കൂടി ഉണ്ടായിരുന്നു. ആ യുവാവിന്റെ ഓപ്പറേഷൻ ആയിരുന്നു. അതുപോലും കണക്കിലെടുക്കാതെയാണ് പോലീസ്
അയാളെയും ജയിലിലേക്ക് അയച്ചത്. ഒപ്പം മറ്റുള്ള ആളുകളുടെ കുടുംബ കാര്യങ്ങളും അവരുടെ ചില പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ അർജുൻ നായങ്കി ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അതിന് ഒടുവിലാണ് ഈ പോലീസുകാരനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പ് കൂടി ഇട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്, പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ലെന്നും ജീവിതം താറുമാറാക്കിയ നിന്നോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുകൂടിയാണ് അർജുൻ നായങ്കി കുറിക്കുന്നത്. ഞങ്ങൾ അനുഭവിച്ച ഈ നിയമവിരുദ്ധ അധികാര ദുർവിനിയോഗ പ്രതികാര നടപടി ഇനിയൊരാൾക്കും നേരിടേണ്ടി വരരുത്. നിന്നെ പോലുള്ള കാക്കിയിട്ട ചെന്തായ്ക്കളെ നിയമപരമായും പോലീസ് ബുദ്ധിയിൽ നിയമത്തിന്റെ കണ്ണി പൊട്ടിച്ച് രക്ഷപ്പെട്ടാൽ കായികപരമായും നേരിടാനും ഞങ്ങൾ തയ്യാറാണ്. നീയും നിന്റെ ഡിപ്പാർട്ട്മെന്റും ഭരണ പാർട്ടിയുടെ ഒത്താശയോടെ ഇനിയും എന്നെ ദ്രോഹിക്കുമെന്നറിയാം. യുദ്ധപ്രഖ്യാപനം നീ അടങ്ങുന്ന സിസ്റ്റത്തിനെതിരെയല്ല, ഈ സിസ്റ്റത്തിലെ കൈക്കൂലിയും കൂട്ടിക്കൊടുപ്പും കൊട്ടേഷനും നടത്തി ചിരിച്ചുകൊണ്ട് നിരപരാധികളുടെ ജീവിതം നശിപ്പിക്കുന്ന പുഴുക്കുത്തുകളായ നിന്നെ പോലുള്ള ക്രിമിനലുകൾക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ നായങ്കി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഈ പോലീസുകാരനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു വലിയൊരു കുറിപ്പ് തന്നെയാണ് അർജുൻ നായങ്കി കുറിച്ചിരിക്കുന്നത്. അതിൽ അന്ന് അറസ്റ്റ് ചെയ്ത പല യുവാക്കളും അവരുടെ ജീവിത സാഹചര്യം, അവർ നിരപരാധികളായിരുന്നു, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അന്നത്തെ ഒരു കല്യാണ ചടങ്ങിന് പങ്കെടുക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ നായങ്കി കുറിപ്പ് തുടങ്ങുന്നത്. തീർച്ചയായും അതാണ് നവമി, ഇവിടുത്തെ പോലീസിന് നിയമ സംവിധാനങ്ങളെയാണ് അർജുൻ നായങ്കിയെ പോലുള്ള ഒരു ഗുണ്ടാ നേതാവ് വെല്ലുവിളിക്കുന്നത്. അവരുടെ കുടുംബത്തെ പോലും നേരിടും, കുടുംബം പോലും അനുഭവിക്കും. അതായത് പോലീസുകാർക്ക് നേരെ, അവരുടെ കുടുംബത്തിന് നേരെ ഭീഷണി മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്താണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? കാരണം ഒരു ക്രമസമാധാന നില തകർന്ന അവസ്ഥ, നമുക്ക് സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഞങ്ങൾ നേരത്തെ തിരുവനന്തപുരത്ത് ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഒരു കുടുംബത്തിന് നേരെയാണ് ഗുണ്ടകളുടെ ആക്രമണമുണ്ടായത്. അവിടെ ഒരു അച്ഛനെയും മകനെയും ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ലഹരിക്കെതിരായ നടപടി പോലെ തന്നെ ഗുണ്ടകളെ അമർച്ച ശക്തമായ ഇടപെടലും ആവശ്യമാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെക്കാളും കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഏറ്റവും അധികം ഗുണ്ടാ സംഘങ്ങളുള്ളത്, ഗുണ്ടാ തലവന്മാരുള്ളത്. പല അധോലോക കേന്ദ്രങ്ങളുമുണ്ട്. അർജുൻ നായങ്കി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണനീഷിൻ്റെ സംഘാംഗങ്ങൾ ഉൾപ്പെടെ അന്ന് കോതമംഗലത്ത് ആ ചടങ്ങിൽ, ആ റിസോർട്ടിലുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അർജുൻ നായങ്കിയും കൂടെ ഉണ്ടായിരുന്ന യുവാക്കളെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. പക്ഷെ സ്വാഭാവികമായും പോലീസ് പോലും ഇവരെ പേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ, നേരത്തെ 2-3 കേസുകൾ വന്നു കഴിഞ്ഞാൽ കാപ്പ ചുമത്തും. പക്ഷെ അവിടെ പോലും നിയമപരമായ ചില പഴുതുകളുണ്ട്. അതായത് ഒരു സ്റ്റേഷൻ പരിധിയിൽ തന്നെ 3 കേസുകൾ ഉണ്ടെങ്കിലാണ് ഇവർക്കെതിരെ കാപ്പ ചുമത്തി ജയിലിലടയ്ക്കാനുള്ള സാഹചര്യമുള്ളൂ. പക്ഷെ ആ ഒരു രീതി പോലും മാറണം. ഇതുപോലുള്ള ഗുണ്ടകളെ, ലഹരി കേസിലെ പ്രതികളെ ജയിലിനടച്ച് അവർക്ക് ജാമ്യം കിട്ടാത്ത സാഹചര്യം ഒരുക്കേണ്ടതാണ്. ആ രീതിയിൽ നിയമങ്ങൾ പോലും മാറ്റിയെഴുതേണ്ടതാണ്. ഇവിടെ എവിടെയാണൊരു ഇടപെടൽ ആവശ്യമായിട്ടുള്ളത്? പ്രത്യേകിച്ചും പോലീസിനെ പോലും ഇങ്ങനെ ഭീഷണി മുഴക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത, ഭയം കൂടാതെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ അടിയന്തരമായ ഇടപെടൽ ആവശ്യമല്ലേ? ടോം, ഇപ്പോൾ അർജുൻ നായങ്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. പ്രധാനപ്പെട്ട കൊട്ടേഷൻ ഗുണ്ടകളുടെ കൂട്ടത്തിൽ വരുന്ന കുപ്രസിദ്ധ പേരുള്ള ഒരാൾ കൂടിയാണ് അർജുൻ നായങ്കി. ആ അർജുൻ നായങ്കി ഇത്തരത്തിൽ പരസ്യമായി പോലീസിനെ വെല്ലുവിളിക്കുമ്പോൾ എത്രമാത്രം ധൈര്യമാണ് അയാൾ ഇതിൽ പിന്നിൽ കാണിക്കുന്നതെന്ന് നമുക്ക് ഇത് കുറിപ്പ് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അയാളുടെ ഒരു CI ആണ് പരസ്യമായി വെല്ലുവിളിക്കുന്നത്. തീർത്ത് കളയും, അല്ലെങ്കിൽ അയാളെ, ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പെൻഷൻ പറ്റി സുഖമായി ജീവിക്കാമെന്ന് കരുതണ്ട, അത് വെല്ലുവിളിയാണ്, കായികപരമായെങ്കിൽ അങ്ങനെയെങ്കിലും നേരിടും എന്നൊക്കെയാണ് അർജുൻ നായങ്കി ഈ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഈ പോലീസിന്റെ കുറിപ്പ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഈ CIയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും ടോം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാപ്പ ചുമത്തുക എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ഒരു സംഘം, അല്ലെങ്കിൽ ഈ അർജുൻ നായങ്കിയും സുഹൃത്തുക്കളും, അല്ലെങ്കിൽ ഇവരുടെ കൊട്ടേഷൻ സംഘം എന്ന് പറയുന്നത് അത് വലിയ ഒരു ശൃംഖല തന്നെയാണ്. അവരിങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അർജുൻ നായങ്കിയെ മാത്രം പിടിച്ചാൽ, അല്ലെങ്കിൽ അയാൾക്കെതിരെ കാപ്പ ചുമത്തിയാൽ മാത്രം ഈ പ്രശ്നം തീരുമെന്നൊന്നും തോന്നുന്നില്ല. എന്തായാലും പോലീസിന്റെ ഗൗരവമായി തന്നെയാണ് ഈ ഒരു കേസിനെ കണക്കാക്കുന്നത്. ഈ ഒരു കുറിപ്പിനെ
കണക്കാക്കുന്നത്. ഇനി എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ച് ഗുണ്ടകളുടെ ഒരു കേന്ദ്രമായി മാറുന്ന ഒരു ഇടമാണ് പലപ്പോഴും ഈ വൈറ്റ്ലയിലെ ബാറിലും കലൂരിലെ ബാറിലുമൊക്കെ ഗുണ്ടകളുടെ ഒരു ആക്രമണവും പിന്നീട് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ പോലീസിന്റെ ഒരു ശ്രദ്ധ വേണ്ട രീതിയിൽ ഇവർക്ക് നേരെ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. പോലീസ് പലപ്പോഴും പറയുന്നത് പെട്രോളിംഗ് ശക്തമാണ്, പക്ഷേ പോലീസിന്റെ ആളുകളുടെ കുറവ്, ഈ പോലീസിലെ അംഗങ്ങളുടെ കുറവാണ് ഇവരെ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയാത്തതെന്നൊരു വിശദീകരണമൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും പറയുന്നത്, ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ പറയുന്നത്. എന്തായാലും ഒരു പോലീസുകാരന് നേരെ തന്നെ ഇത്തരത്തിലൊരു ഭീഷണി വരുമ്പോൾ അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പോലീസ് ഇതിനെ കണക്കാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, അതാണ് നവമി സൂചിപ്പിച്ചത്. ഏറെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. അടിയന്തരമായി ഈ വിഷയത്തിൽ നമ്മുടെ പോലീസിൻ്റെ ഇടപെടലും വേണം. മറ്റു വാർത്തയിലേക്കാണ്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന മർദ്ദന കേസ് അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിന് കുരുക്ക്. കേസ് ഫയലുകൾ തിരുത്തിയത് അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമെന്ന് ADGPയുടെ ഓഫീസിലെ ജീവനക്കാരായ 2 SIമാർ SITക്ക് മൊഴി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് അവഗണിച്ചാണ് റിപ്പോർട്ട് തിരുത്തിയതെന്നും ഗ്രേഡ് SIമാരായ ഗിരീഷും ശ്രീകാന്തും സമ്മതിച്ചു. സംഭവത്തിൽ SIT പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇത് കൃത്യമായും ഈ രീതിയിൽ ഒരു ഉന്നതന്റെ ഇടപെടലില്ലെങ്കിൽ ഇതുപോലുള്ള കേസ് അട്ടിമറിക്കപ്പെടില്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അവിടെ MR അജിത് കുമാറിന് തുടക്കം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് MR അജിത് കുമാറിന് കുരുക്കുന്ന ഈ രീതിയിൽ ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരുടെ മൊഴിയും ഉണ്ടായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ താഴേക്കിടയിലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല, പോലീസ് ഉന്നതനും പ്രതിപ്പട്ടികയിലേക്ക് വരുമോ? ടോമി, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണി സംഭവം നടന്ന സമയത്ത് അന്നത്തെ SP ആയിരുന്നു, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്നു ചൈത്ര തെരേസ ജോൺ. അന്ന് ചൈത്ര തെരേസ ജോൺ കൃത്യമായ ഒരു റിപ്പോർട്ട് ഈ വിഷയത്തിന്മേൽ നൽകിയിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് അടക്കം പൂഴ്ത്തപ്പെട്ടായിരുന്നു പിന്നീട് ഈ കേസ് അന്വേഷണം ഉണ്ടായത്. അതായത് തുടക്കത്തിൽ, ഈ കേസിൽ FIR വീഴുന്നത് പോലും കോടതിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു. ഈ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയെങ്കിലും ആ പരാതി പരിഗണിക്കാനായി അന്ന് സൗത്ത് പോലീസ് തയ്യാറായിരുന്നില്ല. അതായത് കീഴുദ്യോഗസ്ഥന്മേൽ വലിയ സമ്മർദ്ദം തന്നെ മുകളിൽ നിന്നും വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മുഖ്യമന്ത്രി കടന്നുപോയ വാഹനത്തിൽ പിന്നാലെ വന്നവർ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ, അതായത് മുഖ്യമന്ത്രി തന്നെ ഇതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് പരാമർശിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി മുകളിൽ നിന്നുള്ള ഒരു സമ്മർദ്ദവും മുഖ്യമന്ത്രി തന്നെ ന്യായീകരിച്ച പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കേസ് പിന്നീട് സൗത്ത് പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി. ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്ന ഘട്ടത്തിലും റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർമേൽ സമ്മർദ്ദം ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ SI പുതിയ അന്വേഷണ സംഘത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 ഗ്രേഡ് SIമാരാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ വാദം, അവരുടെ ഭാഗം പറഞ്ഞു എന്നുള്ളതാണ്. MR അജിത് കുമാറിന്റെ മേലുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു തിരുത്തൽ നടത്തേണ്ടി വന്നത് എന്നുള്ള അവരുടെ നിസ്സഹായാവസ്ഥ തുറന്നു പറഞ്ഞുകൊണ്ടാണ്. കാരണം ഈ കേസ് ഇപ്പോൾ 2ാമത് പുനരന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഓരോ ഘട്ടത്തിലും അതിൽ ഇടപെടേണ്ട ഉദ്യോഗസ്ഥർക്ക് അവർ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ എന്ത് സമ്മർദ്ദത്തിന്റെ പുറത്താണെങ്കിലും അത് മുകളിൽ നിന്ന് അങ്ങനെ കൺസിഡർ ചെയ്യാൻ കഴിയില്ല. മറിച്ച് ആ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്നുള്ള നിലപാടിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തുറന്നു പറച്ചിലിന് തയ്യാറായിരിക്കുന്നത്. മുകളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ അജിത് കുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തേണ്ടി വന്നത് എന്നുള്ള കാര്യം അവർ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഈ മറ്റ് ഗൺമാൻമാരുടെ, അതായത് അൽ കലിയൂറും സന്ദീപും അടക്കമുള്ള ആളുകൾക്ക് അവരുടെ കേസിൽ ഇന്ന് 5 പേരുടെയും കേസിൽ ഇന്ന് ആലപ്പുഴ സെഷൻസ് കോടതി വീണ്ടും വാദം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും SIT റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. SITയുടെ റിപ്പോർട്ടും ഇന്ന് പരിഗണിക്കപ്പെട്ട ഒരു ദിവസമാണ്. വീണ്ടും നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു 308 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തേണ്ട ഒരു സാഹചര്യം എന്താണ്, അവർക്ക് ഏറ്റ മർദ്ദനം അത്ര ഗുരുതരമായ ഒരു മർദ്ദനമല്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സെഷൻസ് ജഡ്ജി ഹാനിയം വർഗീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇന്നും ആ രീതിയിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് വിവരം ചോർന്നു കിട്ടുന്നത്, കോടതിക്ക് കിട്ടുന്നതിന് മുമ്പാണോ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കിട്ടുന്നതെന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസത്തേക്ക് വീണ്ടും ജാമ്യ ഹർജി പരിഗണിക്കുന്ന കാര്യം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ
ഈ റിപ്പോർട്ട് SIT ഓരോ ഘട്ടത്തിലും കോടതി ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് വിമർശനങ്ങൾ അതിന്റെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള പുതിയതായുള്ള റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ഗൗരവത്തോടു കൂടി തന്നെയാണ് അന്വേഷണം കടന്നു പോകുന്നത്. പക്ഷെ അവരും ഇപ്പോഴത്തെ അന്വേഷണ സംഘവും നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് തുടക്കത്തിൽ ആ കേസ് ഫ്രെയിം ചെയ്തതിൽ വന്നിട്ടുള്ള ഇടപെടലും വീഴ്ചകളും അതിപ്പോഴും അന്വേഷണ സംഘത്തെ ബാധിക്കുന്നുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് എടുത്തതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അന്നത്തെ പരിക്ക് കൃത്യമായി ഇവരുടെ പരിക്ക് രേഖപ്പെടുത്തുന്നതിൽ വന്നിട്ടുള്ള പാളിച്ചകളൊക്കെ ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തെയും ബാധിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, കേരളം മുഴുവൻ കണ്ട ഒരു അക്രമമായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അജയ് ജുവൽ കുര്യാക്കോസിനും ഒപ്പം തന്നെ അതാണ് ശരണി. എങ്ങനെയൊക്കെ തുടക്കത്തിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച ഉണ്ടായാലോ അതല്ലെങ്കിൽ അവർ ബോധപൂർവം വീഴ്ച വരുത്തിയാലും ആ ദൃശ്യങ്ങൾ എല്ലാം തുറന്നു പറയുന്നുണ്ട്, സത്യം പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം എത്രത്തോളം ക്രൂരമായിട്ടാണ്, മൃഗീയമായിട്ടാണ് ആ 2 ചെറുപ്പക്കാർ മർദ്ദനമേറ്റതെന്ന്. അവർക്ക് മർദ്ദനം കാരണം പോലീസ് ഉദ്യോഗസ്ഥർ അല്ല അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് നടപടി സ്വീകരിക്കാം. അതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ പുറത്തിറങ്ങി വന്ന് ക്രൂരമായി 2 പേരെയും AD തോമസിനെ ഉൾപ്പെടെ 2 പേരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ ഇവിടെ ഈ ഇടപെടൽ നടത്തി കേസ് അട്ടിമറിക്കാൻ ഇടപെടൽ നടത്തിയ ഉന്നതനെതിരെയും അന്വേഷണം ഉണ്ടാകുമോ, നടപടി ഉണ്ടാകുമോ, പ്രത്യേകിച്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു മാറ്റി നിർത്താനുള്ള സാധ്യതയുണ്ടോ? എന്തായാലും വളരെ കൃത്യമായി ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് MR അജിത്കുമാറിനെതിരെ മൊഴി നൽകിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് നമുക്ക് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നത്. അത്തരത്തിൽ കൃത്യമായൊരു മൊഴി നൽകി ഇത്തരത്തിൽ വികാരാധീനനായി മൊഴി നൽകുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് കൺസിഡർ ചെയ്യാതെ എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ. ഇന്നിപ്പോ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിലുമൊക്കെ അത്തരം ചില കാര്യങ്ങൾ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് നടന്ന വാദപ്രതിവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നിട്ടുള്ളത് ഈ ഗൺമാൻമാരെ മർദ്ദിക്കുന്ന സമയത്ത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ലാത്തിയാണ്. ആ ലാത്തി സാധാരണഗതിയിൽ ഇവർക്ക് നൽകുന്നതല്ല, മറിച്ച് ഇവരുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു പിസ്റ്റളും ബാഗും മാത്രമാണ്. അപ്പൊ എങ്ങനെയാണ് അവരുടേതല്ലാത്ത അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നൽകാത്ത ഒരു ആയുധം ഇവർക്ക് വാഹനത്തിൽ കരുതാൻ കഴിഞ്ഞത്? അതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ച് എങ്ങനെ മർദ്ദിച്ചു എന്നുള്ള ചോദ്യമൊക്കെ വാദിഭാഗത്തിന്റെ ഭാഗത്തുണ്ട്. അത് പ്രോസിക്യൂഷൻ ഈ കേസ് വാദിക്കുമ്പോഴും അത്ര പല ചോദ്യങ്ങൾക്കും പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു കൃത്യമായൊരു മറുപടി കിട്ടുന്നില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ വാദിഭാഗത്തിന്റെ കൂടെ ഇപ്പോ വാദിഭാഗത്തിന് കക്ഷി ചേർന്നത് കൊണ്ട് തന്നെ അവരുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് റോയ് അടക്കമുള്ള ആളുകളുണ്ട്. അപ്പോ വലിയൊരു വാദമാണ് ഇവരുടെ ജാമ്യാപേക്ഷയിലടക്കം. അത്ര ഒരു പരസ്പരമുള്ള ഒരു ഫൈറ്റാണ് ഇവരുടെ ജാമ്യാപേക്ഷയിലടക്കം കോടതിയിൽ വന്നിട്ടുള്ളത്. കാരണം 3 ദിവസമായിട്ട് കോടതി 3 ദിവസങ്ങൾ പരിഗണിച്ച് മാറ്റിവെച്ചപ്പോൾ വീണ്ടും കേസിൽ ജാമ്യത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഓരോ സമയത്തും ഖണ്ഡിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനനുസരിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇത് പോകുന്നത്. പക്ഷെ അതൊക്കെ നടക്കുമ്പോഴും ടോം സൂചിപ്പിച്ച കാര്യം പ്രധാനപ്പെട്ടതാണ്. അതായത് താഴേക്കരയുള്ള ഉദ്യോഗസ്ഥർ പരസ്യമായി ഇങ്ങനെ ഒരു മർദ്ദനം നടന്നുകൊണ്ട് കേരളം മുഴുവൻ കണ്ടിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തനിക്ക് വേണ്ടി നടന്ന രക്ഷാപ്രവർത്തനം എന്നാണ് അതിനെ വിശദീകരിച്ചത്. അത് മാത്രമല്ല, പിന്നീട് ഈ കോടതിയിൽ വരുന്ന ഘട്ടത്തിൽ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയത് ഇങ്ങനെ ഒരു മർദ്ദന ദൃശ്യം പോലും അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ള വിചിത്രമായ വാദം. മാധ്യമപ്രവർത്തകരടക്കം മൊഴി നൽകിയിട്ടും ഇങ്ങനൊരു മർദ്ദന ദൃശ്യം അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു വിവരം നൽകിയാണ് ഈ കേസ് റെഫർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോ അന്ന് കേസ് ഡയറിയിൽ അടക്കം തിരുത്തൽ വരുത്തി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ നിലവിലത്തെ അന്വേഷണ സംഘത്തിന് മുന്നിൽ പഴയ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഉദ്യോഗസ്ഥരിൽ മേൽ ഏറ്റവും ആദ്യഘട്ടം മുതൽ തന്നെ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആളാണ് MR അജിത്കുമാർ. ഇപ്പൊ കൂടുതൽ വ്യക്തതയോടെ 2 ഗ്രേഡ് SIമാർ കൂടി അദ്ദേഹത്തിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നതോടെ ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഈ MR അജിത്കുമാറിനെതിരെ കൂടി നടപടിയെടുക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകി. എന്തായാലും MR അജിത്കുമാറെ സംബന്ധിച്ചത് ഈ ഒരു മൊഴി നിയമക്കുരുക്കാവുകയാണ്. ഒരുപക്ഷെ വകുപ്പ് തല നടപടി ഉണ്ടായേക്കാം. ഇതെങ്ങനെയായിരിക്കും ഇനി SIT ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്? കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളാകാനുള്ള സാധ്യതയുമുണ്ട്. തിരികെ എത്താൻ ഇടവേള കഴിഞ്ഞു. ലഹരി മാഫിയകളെ അമർച്ച ചെയ്യാൻ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്.
സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരി സംഘങ്ങൾ ഓരോ ദിവസവും പിടിയിലാകുന്നുണ്ട്. മലപ്പുറത്താണ് ഏറ്റവും ഒടുവിൽ ലഹരി വേട്ട ഉണ്ടായത്. വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്ത കേസിൽ 2 പേർ പിടിയിലായി. കൊണ്ടോട്ടി സ്വദേശി പറപ്പാറ റിയാസ് എന്ന ചോര റിയാസ്, പുളിക്കൽ സ്വദേശി മുജീബ് എന്നിവരാണ് പിടിയിലായത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. ഇവരിൽ നിന്നും MDMAയും വിൽപ്പനയ്ക്കായി ഉപയോഗിച്ച കാറും പിടികൂടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളായി 40ഓളം കേസിലെ പ്രതിയാണ് മുജീബ് റഹ്മാൻ. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വളരെ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലായിടത്തും പോലീസിൻ്റെ ലഹരി വേട്ട നടക്കുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിയിലായിരിക്കുന്ന 2 പേരാണ്. അതായത് ഈ കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകാൻ ആണോ ഇവർ ഇവിടെ എത്തിയിരുന്നത്? പോലീസ് നൽകുന്ന വിവരം എന്താണ്? ടോം, ഈ പ്രതികളെ പിടികൂടിയ സ്ഥലം അതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരം കേന്ദ്രീകരിച്ചാണ് ഇവർ ഈ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതായത് കോളേജിൽ വിദ്യാർത്ഥികൾ ഒട്ടേറെയുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ പരിസരം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരിടം തന്നെയാണ്. ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചാണ് റിയാസും മുജീബും ലഹരി മരുന്ന് MDMA വിൽപ്പന നടത്തിയിരുന്നെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ MDMA വിൽപ്പനയ്ക്കായിട്ട് ഇവർ ഉപയോഗിച്ച കാറും പിടികൂടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനിലെ 40ഓളം കേസുകളിൽ പ്രതിയാണ് മുജീബ് റഹ്മാൻ. ഇയാളുടെ പേരിൽ നിരവധി വാറണ്ടുകളും നിലവിലുണ്ട്. അതുപോലെ തന്നെ ഈ റിയാസിനെതിരെയും പല ഇടങ്ങളിലും കേസുകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാണെങ്കിലും ഓപ്പറേഷൻ തൂഫാൻ മലപ്പുറം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ വ്യാപകമായിട്ട് ലഹരി വിൽപ്പനക്കാരെ, ചെറുകിടക്കാരെയും വൻകിടക്കാരെയും ഒക്കെ പിടികൂടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ DYSPയുടെ കീഴിൽ തന്നെ 9 ഇടങ്ങളിൽ നിന്ന് ലഹരി മരുന്ന് ഈ ദിവസങ്ങളിൽ പിടികൂടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ഊർജിതമായിട്ട് തന്നെയാണ് ഓപ്പറേഷൻ തൂഫാൻ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ പോലീസ് നടപ്പാക്കുന്നത്. അതിലേറ്റവും ഒടുവിൽ അറസ്റ്റിലായ 2 പേരാണ് ഈ റിയാസും മുജീബും. അതായത് ഇവർ 2 പേരും നിരവധി കേസുകളിലെ പ്രതിയാണ്. ഇവരുടെ ഒരു പശ്ചാത്തലം ഈ ലഹരി ഇടപാടിനപ്പുറം മറ്റ് സാമൂഹ്യ വിരുദ്ധ ഇടപാടുകൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി നടക്കുന്നവരാണോ? ഇവർക്കെതിരെ പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി നടപടികൾ, പരിശോധനകൾ ഉണ്ടാകുന്നുണ്ട്, ലഹരി പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഇവർക്കെതിരെ എന്ത് വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇവർക്കെതിരെ നിലവിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ലഹരി മരുന്ന് കൈവശം വെച്ചതിനും അത് വിൽപ്പന നടത്തുന്നതിനും എതിരെയുള്ള നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കൂടി വരുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പക്ഷെ ഇവർക്ക് എതിരെ ഈ നേരത്തെ ഒരുപാട് വാറണ്ട് ഉള്ള ഒരു പ്രതി കൂടിയാണ് മുജീബ് റഹ്മാൻ. ഇയാൾക്കെതിരെ പലതരത്തിലുള്ള കേസുകൾ, മോഷണം, അതേപോലെ തന്നെ അടിപിടി തുടങ്ങിയ പലതരത്തിലുള്ള കേസുകൾ ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളുണ്ട്. അതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചില്ല. കാരണം 40ഓളം കേസുകളിൽ പ്രതിയാണ് മുജീബ് റഹ്മാൻ എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അത്രയും സംസ്ഥാനത്ത് തന്നെ പല സ്റ്റേഷനുകളായിട്ടാണ് ഇയാൾക്കെതിരെ കേസുള്ളത്. അതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇവരൊരു സ്ഥിരം കുറ്റവാളികളാണ് ഈ 2 പേരും എന്ന കാര്യത്തിൽ സംശയമില്ല. 2 പേരും കൃത്യമായിട്ട് പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. ഈ ഒരു ഓപ്പറേഷൻ തൂഫാന് ശേഷം, ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയത് മുതൽ തന്നെ ഈ ജില്ലയിലെ ലഹരി മാഫിയ ശൃംഖലകൾ കേന്ദ്രീകരിച്ച് മുൻപ് കേസിൽ പിടിയിലായവർ, മുൻപ് പോലീസിന് വിവരം നൽകിയവർ, അത്തരത്തിൽ അങ്ങനെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന് അന്വേഷണം പുരോഗമിക്കുന്നത്. അങ്ങനെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ ലഹരി മരുന്ന് ശൃംഖലകളിലേക്ക് ചെന്നെത്തുന്നത്. എന്നാണെങ്കിലും ഇത് കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ മേഖലകളിൽ നിന്നും, അതായത് ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട ആളുകളെ പിടികൂടാൻ സാധിക്കുന്നുണ്ട് എന്നത് തന്നെ ഇത് ഫലപ്രദമായിട്ടാണ് ജില്ലയിൽ നടപ്പാക്കുന്നതിന്റെ വലിയ ഒരു തെളിവായിട്ട് വേണം കാണുവാൻ. മുൻപ് 2 ആഴ്ച മുമ്പ് കരിപ്പൂരിൽ മുൻപ് ലഹരി മരുന്ന് കേസിന് സഹായം ചെയ്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ കർശനമായിട്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ ലഹരി മരുന്ന് വിൽപ്പനയ്ക്കും അതുപോലെയുള്ള അതിന്റെ ഇടപാടുകൾക്കുമെതിരെയുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. ഇനി ഉള്ള ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പരിശോധന എല്ലാ മേഖലയിലും ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.
അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ പ്രശസ്തമായ വർക്കല പാപനാശം ആലിയിറക്കം തീരങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി മാഫിയുടെയും താവളമായി മാറുന്നു. ആലിയിറക്കം മുതൽ പാപനാശം വരെയുള്ള തീരത്തോട് ചേർന്ന് കിടക്കുന്ന കൈതക്കാടുകളാണിപ്പോൾ അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും മയക്കുമരുന്ന് ഇടപാടിൻ്റെയും കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആലിയിറക്ക് മുതൽ പാപനാശം ബീച്ച് വരെ തീരത്തിനടുത്തായിട്ട് കുറച്ച് കൈതക്കാടുകളുണ്ട്. അപ്പൊ ഈ കാടുകൾക്കിടയിൽ ഒരു റൂമിന്റെ സൗകര്യത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പല അറകളായിട്ട് തിരിയുന്ന രീതിയിൽ ഈ കൈതക്കാടുകളിൽ നടത്തുന്ന പല അനധികൃത പ്രവർത്തനങ്ങളും പുറത്തു വരേണ്ടതാണ്. നമ്മുടെ സ്കൂൾ കുട്ടികൾ കോളേജ് യൂണിഫോമിലാണ് കുട്ടികളെയും കൊണ്ട് പലരും അവിടെ വരുന്നതും. അതുമായിട്ട് ബന്ധപ്പെട്ട് പല അനാശാസ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ മയക്കുമരുന്ന് ഉപയോഗം, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ കൈതക്കാടുകൾക്കിടയിലാണ് നടക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം വാർത്തകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡ്രഗ്സിന്റെയും അനാശാസ്യത്തിന്റെയും ഏറ്റവും വലിയൊരു പിടിയിലാണ്. അതുപോലെ അത് വർക്കലയിൽ ഏറെ കൂടുതലാണ്. ഞാൻ പറയുന്നത് നമ്മുടെ ഏണിക്കൽ ബീച്ച്, ഏതാണ്ട് ആറാട്ടുകടവ് മുതൽ പാവനാവശ്യം വരെയുള്ള ബീച്ചിൻ്റെ സൈഡിൽ പടർന്നു നിൽക്കുന്ന കൈത ഉൾപ്പെടെയുള്ള കണ്ടൽ കാട്ടുകളുണ്ട്. അതിന് ഉള്ളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനാശാസ്യ പ്രവർത്തനങ്ങളും ഡ്രഗ്സിൻ്റെ ഉപയോഗവും നടക്കുന്നത്. പൂർത്തിയാകാത്ത കുട്ടികൾ സഹിതം കോളേജ് കുട്ടികളും മറ്റ് കൗമാരക്കാർ മിക്കവാറും അവിടെ തമ്പടിച്ച് ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഡ്രഗ്സിൻ്റെ ഉപയോഗം അവിടെ ഒരു കാര്യം മറ്റുള്ളവരെ അറിയില്ല, റൂം എടുക്കേണ്ട വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്ക് സൗകര്യം ഒരുങ്ങുന്ന രീതിയിലാണ് അവിടെ ഈ ഒരു കണ്ടൽക്കാട് വളർന്നിരിക്കുന്നത്. വിവരങ്ങളുമായി എസ് അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാണ്, നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ രീതിയിൽ ലഹരി മാഫിയും ക്രിമിനൽ സംഘങ്ങളും അവരുടെ താവളമാക്കി മാറ്റിയിരിക്കുന്നത്. പോലീസിൻ്റെ കൃത്യമായ നിരീക്ഷണങ്ങളൊന്നുമില്ലേ? പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാൻ്റെ പേരിൽ വലിയ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ വർക്കലയിലും പരിസര പ്രദേശങ്ങളിലും പോലീസിൻ്റെ സാന്നിധ്യമില്ല. എന്താണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപം? ലഹരി വേട്ട പല രീതിയിൽ പോലീസ് നടപ്പിലാക്കുമ്പോഴും അതിന് വിവിധ പദ്ധതികൾ സർക്കാർ കൊണ്ടുവരുമ്പോഴും വർക്കലയിൽ കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രധാന പരാതിയാണ് അവിടുത്തെ ലഹരി ഉപയോഗവും അതുപോലെ തന്നെ ഈ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെത്തിയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സംബന്ധിച്ചുള്ളത്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ഇതിൽ ഒരു ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നോ അധികൃതരുടെ ഭാഗത്തുനിന്നോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിഷമകരമായ സത്യം. വർക്കല പാപനാശത്ത് സ്കൂൾ കോളേജ് പ്രവൃത്തി ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൗമാരക്കാർ അധികമായി എത്തുന്നത്. കൂടുതലും വർക്കലയ്ക്ക് പുറത്തു നിന്നുള്ളവരാണ് ഈ ഭാഗത്തേക്ക് എത്തുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളുമായി സംഘമായി എത്തുന്ന ഇവർ ഈ ബീച്ചിന്റെ പരിസരത്തുള്ള ബീച്ചിന്റെ ചേർന്ന് കിടക്കുന്ന കൈതക്കാടുകളിലാണ് അധിക സമൂഹം തമ്പടിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇതിനകത്ത് ഈ കൈതക്കാടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വളരെ വിശാലമായ രീതിയിൽ തന്നെ ഇവർക്ക് ഇരിക്കുവാനും അതിന് ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ കൈതക്കാടുകളുള്ളത്. മാത്രമല്ല ഇതിന് പുറത്തേക്ക് ഒരു വിസിബിലിറ്റി ഇല്ല. കാരണം ഈ കൈതക്കാടുകൾക്കുള്ളിൽ കിടക്കുന്ന ആൾക്കാരെ ആർക്കും പുറത്തുനിന്ന് ഒക്കെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ രീതിയിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് ഉപയോഗവും ഒക്കെ വളരെ വളരെ സുരക്ഷിതമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് പറയാം. പോലീസിന്റെ സേവനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ തീരം കാക്കുന്നത് ആകെ 4 പോലീസുകാരാണ്. 4 ടൂറിസം പോലീസാണ് ഇവിടെ ഡ്യൂട്ടിക്കായി ഉള്ളത് ഒരു സമയത്ത്. ഈ ഏണിക്കൽ ബീച്ച് മുതൽ തിരുവമ്പാടി വരെ ഉള്ളത് ഈ ബീച്ച് പ്രദേശം എന്ന് പറയുന്നത് 7 കിലോമീറ്ററാണ്. 100 കണക്ക് ആളുകളാണ് ഈ പ്രദേശത്ത് ദിനവും വന്നു പോകുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എത്തുന്ന ഇവിടെ ടൂറിസം പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യുന്നതിന് വേണ്ടി ഒരു വനിതാ പോലീസ് പോലും ഇല്ല എന്നുള്ളതും വളരെ വിഷമകരമായ ഒരു സംഗതി തന്നെയാണ്. അതുപോലെ തന്നെ ഈ കൈതക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഈ പ്രദേശത്ത് ഇപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്നെത്തുന്ന ടൂറിസ്റ്റുകളും ഈ ഭാഗത്ത് തമ്പടിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഇവർ ഈ എത്തുന്ന വിദ്യാർത്ഥികളുമായും കുട്ടികളുമായൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും ഇതുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല നമുക്ക് കഴിഞ്ഞ കാലത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഈ വർക്കല ടൂറിസം മേഖല കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ ഈ ലഹരി വസ്തുക്കൾ പിടിക്കപ്പെട്ടിട്ടുള്ളത്. കല്ലമ്പലം അതുപോലെ തന്നെ വർക്കല ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നിരവധി MDMA കഞ്ചാവ് സംഘങ്ങളെയാണ്
പിടികൂടിയിട്ടുള്ളത്. എന്നാൽ ഒരിക്കൽ പോലും ഇത്തരത്തിൽ ശക്തമായ ഒരു പരിശോധന അല്ലെങ്കിൽ കർശനമായ ഒരു നിരീക്ഷണം ഈ പാവനാശം തീരത്ത് ഇവിടെ ലഹരി കൈമാറ്റം ചെയ്യപ്പെടാൻ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നറിഞ്ഞിട്ട് കൂടി പോലും പോലീസോ ടൂറിസം വകുപ്പോ എന്നും ഇതിൽ കർശനമായ ഒരു നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ വാസ്തവം. മാത്രമല്ല ഈ പാവനാശം മേഖലയിൽ കഴിഞ്ഞ കുറെ കാലങ്ങൾക്കായി ഒരു നിരീക്ഷണ ക്യാമറയൊക്കെ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വർഷങ്ങളായി, ഏകദേശം 2 വർഷത്തിലേറെയായി ഈ ക്യാമറകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. രാത്രികാലങ്ങളിൽ ഈ തീരത്തും അതുപോലെ തന്നെ ഈ റിസോർട്ട് മേഖലകളിലൊക്കെ നിരവധി സംഘർഷങ്ങൾ നടക്കാറുണ്ട്. ഇതിൽ പ്രതികളെ തിരിച്ചറിയുന്നതിനോ മറ്റോ പോലും ഒരു ക്യാമറയുടെ സൗകര്യം പോലും പോലീസിന് ഈ ഭാഗത്തില്ല. ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ഈ അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഇടം നേടിയിട്ടുണ്ടെന്ന് പറയുന്ന വർക്കല ഈ ടൂറിസം മേഖലയോട് ടൂറിസം വകുപ്പും സർക്കാരും പോലീസും എല്ലാം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വളരെ ശക്തമായ പ്രതിഷേധം തന്നെ ഈ പ്രദേശത്തുള്ളവർക്ക് ഉണ്ട്. വ്യക്തമാണ്. അതാണ് അഭിലാഷ് സൂചിപ്പിക്കുന്നത്. വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. കാരണം ലഹരി മാഫിയയുടെ താവളമായി ഇതുപോലുള്ള ടൂറിസം മേഖലകൾ മാറുമ്പോൾ നമ്മുടെ ടൂറിസം സാധ്യതകൾക്ക് തന്നെ മങ്ങലേൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളടക്കം കേരളത്തിലേക്ക് എത്തുമ്പോൾ, വിദേശികൾ എത്തുമ്പോൾ അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അത് പലപ്പോഴും ഈ ലഹരി മാഫിയയുടെ ഭാഗത്തു നിന്നാണ്. അവരെ അമർച്ച ചെയ്യാനുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാകേണ്ടതാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾ വിചാരണ നേരിടണമെന്ന് PMLA കോടതി. നേതാക്കൾക്കെതിരെ തെളിവുകളുണ്ട്. MM വർഗീസ്, K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കളാണ് വിചാരണ നേരിടേണ്ടത്. അടുത്ത മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇതിൽ AC മൊയ്തീൻ മുൻ മന്ത്രിയാണ്, നിലവിൽ MLA ആണ്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ പ്രതിപ്പട്ടികയിലുള്ളത്. വലിയ തിരിച്ചടിയാണ് CPMനെ സംബന്ധിച്ച്. എന്താണ് കോടതി വ്യക്തമാക്കിയത്? ടോമി, കേസുമായി ബന്ധപ്പെട്ട 83 പ്രതികളാണുള്ളത്. ഇതിൽ 55 പേർക്കെതിരെയുള്ള നടപടിയാണ് കോടതി വ്യക്തമാക്കിയത്. അതിൽ 28 പേർക്കെതിരെയും പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുന്നുണ്ട്. തെളിവുകൾ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ MP K രാധാകൃഷ്ണൻ, മുൻ മന്ത്രി AC മൊയ്തീൻ, അതുപോലെ തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി, CPM മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവർ വിചാരണ നേരിടണമെന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇവർക്കെല്ലാം ഈ 28 പേർക്കും സമൻസ് കോടതി അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജൂലൈ 4-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ PMLA കോടതിയിൽ ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് 2021-ലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണവും EDയും ഈ കേസ് അന്വേഷിക്കുക. CPM അടക്കം ഈ കേസിൽ പ്രതിയാണ്, പാർട്ടി അടക്കം ഈ കേസിൽ പ്രതിയാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതേസമയം പാർട്ടിക്ക് വാങ്ങിക്കൂട്ടിയ ആസ്തി, ഈ പ്രതി പട്ടികയിലുള്ളവർ സമ്പാദിച്ചു കൂട്ടിയ ആസ്തി തുടങ്ങിയവയൊക്കെ ഇതിൽ വരുന്നുണ്ട്. പലരുടെയും സ്വത്തുകൾ ED കണ്ടുകെട്ടുന്ന നീക്കങ്ങളിലേക്കൊക്കെ കടന്നിട്ടുമുള്ളതാണ്. അതുമാത്രമല്ല, ഈ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞുള്ള രേഖകൾ കാട്ടി. അതുപോലെ ഒരേ ഈടിൽ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥരിൽ പലരുടെയും വസ്തുവിന്റെ അടിസ്ഥാനത്തിൽ, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാജ ലോണുകൾ നൽകിയിരുന്നു. അതുമാത്രമല്ല, ഇത്തരം വ്യാജ ലോണുകൾ നൽകിയതായി കണക്കിൽപ്പെടുത്തിയിരുന്നു. ഒരേ ഈടിൽ തന്നെ നിരവധി ലോണുകൾ അനുവദിച്ച സാഹചര്യം. അങ്ങനെ ബാങ്ക് ലോണുകളിൽ തന്നെ നിരവധി തട്ടിപ്പുകൾ നടത്തിയിരുന്നു. CPMന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് തൃശ്ശൂരിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ED അന്വേഷണത്തിൽ വന്നിരുന്നു. ED 2ാം ഘട്ട കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ 83 പ്രതികളാണ് ഈ കേസിൽ മുഴുവനുള്ളത്. അതിൽ 55 പേർക്കെതിരെയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ PMLA കോടതി വിശദീകരിച്ചത്. തുടർന്ന് ഇതിൽ ഈ ആദ്യത്തെ 28 പേർക്കെതിരെയും പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നുണ്ട്. ജൂലൈ 4-ന് ഇവർ കോടതിയിൽ ഹാജരാകണമെന്നാണ് PMLA കോടതിയുടെ നിർദ്ദേശം. ടോം, സ്വാഭാവികമായും നമുക്കറിയാം ഇത് എങ്ങനെയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ വലിയ രീതിയിൽ CPMനെ പ്രതിരോധത്തിൽ നിർത്തിയൊരു കേസ് കൂടിയാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ പ്രതിഫലിച്ചതാണ്. വലിയ തിരിച്ചടി CPMനുണ്ടായി. പ്രത്യേകിച്ചും സംഘടനാപരമായി വളരെ വലിയ അടിത്തറയുള്ള, CPMനെ സംബന്ധിച്ച് വളരെ അടിത്തറയുള്ള ജില്ലയാണ് തൃശ്ശൂർ. പക്ഷെ അവിടെ പോലും വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. പക്ഷെ അവിടെയാണ് AC മൊയ്തീനെ പോലുള്ള നേതാവ്, അതായത് ഈ കേസിൽ പ്രതിയായ ആരോപണ വിധേയനായിട്ടുള്ള AC മൊയ്തീൻ അവിടെ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയൊക്കെ ആരോപണമുണ്ടെങ്കിൽ പോലും ജയിച്ചു വരുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിചാരണയിലേക്ക് പോകുമ്പോൾ, വിചാരണ നടപടികളുമായി കോടതി മുന്നോട്ട് പോകുമ്പോൾ
സ്വാഭാവികമായും ഇനി എങ്ങനെ പാർട്ടിക്ക് ഈ കേസിൽ നിന്നും തലയൂരാൻ കഴിയും, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. ടോമി, കേസിൽ CPM 68-ാം പ്രതി, പാർട്ടി 68-ാം പ്രതിയായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 128.82 കോടി രൂപയുടെ ആസ്തി ഇതിനകം ED കണ്ടുകെട്ടിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ 180 കോടി രൂപയാണ് ഇതിലൂടെ ഈ നേതാക്കൾ തട്ടിപ്പിലൂടെ സമ്പാദിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CMR കേസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി റെയ്ഡുകളും ED പരിശോധനയും ഒക്കെ നടന്നുവരുന്നു. CPM-ന് തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത്തരം സാഹചര്യത്തിൽ ED കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടും കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ED-യുടെ കുറ്റപത്രം കോടതി, PMLA കോടതി അതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കുന്നു. ഈ പ്രഥമ ദൃഷ്ട്യാ CPM നേതാക്കൾ, അത് K രാധാകൃഷ്ണൻ, അതുപോലെ AC മൊയ്തീൻ, MM വർഗീസ് തുടങ്ങിയവരൊക്കെ പ്രമുഖ നേതാക്കളൊക്കെ ഈ പ്രതിപട്ടികയിൽ വരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ CPM-ന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. മാത്രമല്ല ഇത് പാർട്ടിയും CPM-ഉം ഇതിൽ 68-ാം പ്രതിയാണ്. അത്തരമൊരു സാഹചര്യം CPM-ന് വാങ്ങിയിരിക്കുന്നത് ഭൂമിയടക്കം, അതായത് പാർട്ടി ഓഫീസ് പണിയാൻ വാങ്ങിയ ഭൂമിയടക്കം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള അസസ്മെന്റിൽ തന്നെയാണ്, വിലയിരുത്തലിൽ തന്നെയാണുള്ളത്. അത്തരം സാഹചര്യങ്ങളൊക്കെ CPM-ന് തിരിച്ചടിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. ED-യുടെ ഇടപെടൽ ഈ അടുത്തുള്ള ഈ 2 കേസുകളിലും ED അടിയന്തരമായി ഇടപെടുന്നതും അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ കേസുമായി കരുവന്നൂർ ബാങ്ക് രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകി. എന്തായാലും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾ വിചാരണ നേരിടണമെന്നാണ് കോടതിയുടെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഉത്തരവ്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിൽ പോകുന്നത്. തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാക്രമണത്തിൽ മുഖ്യപ്രതി പിടിയിൽ. തകരപ്പറമ്പ് കുട്ടൻ എന്ന ശ്യാംകുമാറാണ് പിടിയിലായത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, നമ്മൾ ഈ സ്പോട്ട് ലൈവിൽ ആദ്യം പരിശോധിച്ചൊരു വാർത്തയാണിത്. കാരണം തുടക്കത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായ കേസ്, ഗുണ്ടാ സംഘങ്ങൾ തലസ്ഥാന നഗരത്തിൽ ഭീതി വിതയ്ക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ആ മുഖ്യപ്രതിയെ പിടികൂടിയിരിക്കുന്നു. ഇയാളുടെ ഒപ്പമുള്ള കൂട്ടാളികളെയും പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശ്യാംകുമാർ എന്ന തകരപ്പറമ്പ് കുട്ടനെയാണ് ഇപ്പോൾ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ അഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന അഖിലാണ്. അഖിലിന് വേണ്ടി തെരച്ചിൽ നടത്തുന്നതാണ് പോലീസ് പറഞ്ഞത്. ഏതായാലും പ്രധാന പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന് ആശ്വാസമാണ്. പ്രത്യേകിച്ചും ആദ്യ ഘട്ടത്തിലെ വലിയ വീഴ്ചയ്ക്ക് ശേഷം പോലീസ് പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നു. 2ാം പ്രതി ആണ് അഖിൽ. അഖിലാണ് കൂടുതൽ ഈ രാജേഷിനെ മർദ്ദിച്ചതെന്നാണ് അവർ പറയുന്നത്. ഏതായാലും അഖിലിനെ വൈകാതെ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. വൈകുന്നേരത്തോടുകൂടി അഖിലിനെ കസ്റ്റഡി എടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് നടന്നത്. യെസ്, എന്തായാലും ഇയാൾ ഒളിവിൽ പോകാനാണ് തുടക്കത്തിലൊരു ആശങ്ക ഉണ്ടായിരുന്നത്. ഇയാൾ ഒളിവിൽ സംസ്ഥാനം വിടാനുള്ളൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷെ അതിവേഗത്തിൽ പോലീസിൻ്റെ ഇടപെടലുണ്ടായി. അതായത് മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുന്നു. പ്രത്യേകിച്ച് ന്യൂസ് 18-ആണ് ഈ വാർത്ത ആദ്യം കൊണ്ടുവരുന്നത്. പിന്നീട് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നു. അടിയന്തരമായി തന്നെ പ്രതിക്ക് വേണ്ടി പോലീസ് വലവിരിക്കുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. കാരണം അത്രയധികം ആക്ഷേപം, പ്രതിക്ക് രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യം ഒരുക്കിയെന്നൊരു ആക്ഷേപം പോലും ഒരു പക്ഷേ ഉണ്ടാകേണ്ടതായിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം. ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ആക്രമണം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതാണല്ലേ? തീർച്ചയായിട്ടും ഇയാളുടെ മറ്റു പശ്ചാത്തലങ്ങളും കഴിഞ്ഞ ഒരു നാളുകളെ അയാൾ കേസൊന്നും ഉൾപ്പെട്ടിട്ടില്ല. എന്താണ് ഇയാളുടെ ഒരു എന്ന കാര്യങ്ങളിലൊക്കെ പോലീസിനെ കൃത്യമായ വിവരം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യും. ഏത് സാഹചര്യത്തിനകത്ത് ഒരു ക്രൂരമായ മർദ്ദനം ഈ 17 വയസ്സ് മാത്രമുള്ള കുട്ടിക്കെതിരെ കൂടി ഉണ്ടായെന്ന കാര്യത്തിലൊക്കെ സ്വാഭാവികമായും പോലീസ് വിവരങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചറിയും. വിശദമായി ചോദ്യം ചെയ്ത ശേഷം മാത്രമേ കോടതിയിലേക്ക് ഹാജരാക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇയാൾ കസ്റ്റഡി ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അഖിലിന് വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമാണ്. അയാളെ വൈകാതെ പിടികൂടുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. യെസ്, വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തലസ്ഥാനത്ത് കുടുംബത്തിന് നേരെ, അച്ഛനും മകനും നേരെ ആക്രമണം നടത്തിയ കേസിലെ മുഖ്യപ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. തിരികെടാതെ നിലവിളക്ക് വിവാദം. ആരാധന എന്ന രീതിയിൽ നിലവിളക്ക് കൊളുത്തുന്നത് മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ലെന്ന് പരസ്യമാക്കി ഫാത്തിമ തെഹ്ലിയെ MLA തള്ളി ഉമർ ഫൈസി മുക്കം. പൊതുവേദിയിൽ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നടത്തേണ്ടതില്ലെന്നാണ് പ്രതികരണം. സൂര്യാരാധന ഇങ്ങനെ തുടങ്ങി കണ്ടതിനൊക്കെ ആരാധിക്കുക എന്ന് പറഞ്ഞ സമ്പ്രദായം മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ല.
ആരാധനയുടെ അർത്ഥം നൽകുന്ന മേഖലകളിലും അതുമായി ബന്ധപ്പെടാനും പാടില്ല എന്നതാണ് ദീപത്തെ വിളക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. അതൊരു പൊതു വിഷയം അങ്ങനെയാണ്. ഒരു പ്രത്യേക ഒരു സ്ത്രീയോ അല്ലെങ്കിൽ MLA ഒന്നും കത്തിയതിനെ സംബന്ധിച്ച് മാത്രം പറയേണ്ട ഒരു വിഷയമല്ല ഇത്. ആർക്കും വിളക്ക് കത്തിക്കാം, കത്തിക്കാതിരിക്കുകയും ചെയ്യാം. ആരാധനയുടെ ഭാഗം എന്ന നിലക്കുള്ള വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പൊതു ചടങ്ങുകളിൽ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പതിവുണ്ട്. അവിടെ അതിൻ്റെ അടിസ്ഥാനം ദീപാരാധനയിൽ പുണ്യങ്ങൾ ഉണ്ടാകും, ആ തുടങ്ങാൻ പോകുന്ന വിഷയം അതിനൊരു വളർച്ചയും പുരോഗതിയും ഉണ്ടാകും എന്ന ഒരു ദർശനത്തിൻ്റെ പേരിലാണ് വിളക്ക് കത്തിച്ചുകൊണ്ടുള്ള ആരാധന സമ്പ്രദായം പൊതുവേദിയിലേക്ക് കടന്നു വന്നത്. അത് ആ ഒരു നിലക്കാകുമ്പോൾ അതിനോട് ഒരു മുസ്ലിം ഏകദൈവ വിശ്വാസിയാകുന്ന ആൾക്ക് അത് ചെയ്യുന്നതിൽ മാറി നിൽക്കുന്നതാണ് നല്ലത്. ആ കാര്യത്തിൽ സംശയമില്ല. അതാണ് വിഷയം. ചെറിയ കാര്യമൊന്നും വിവാദമാക്കേണ്ടതുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ്റെ പ്രതികരണം. അതേസമയം ഫാത്തിമ തഹ്ലിയോട് ചോദിക്കുമെന്നായിരുന്നു മന്ത്രി T. സിദ്ദിഖിൻ്റെ മറുപടി. അത്തരം ചെറിയ കാര്യങ്ങളൊന്നും ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്ത് അങ്ങനെ അതൊക്കെ അത് കാലങ്ങളായിട്ട് നടന്നു പോകുന്ന പോലെ അതൊക്കെ പോകും. അല്ല, അത് സംബന്ധിച്ചൊരു ചർച്ചയല്ലല്ലോ ഇപ്പൊ ഇവിടെ. അല്ല, ഇപ്പോ അത് സംബന്ധിച്ചൊരു ചർച്ചയല്ലല്ലോ നമ്മൾ നടത്തുന്നത്. ഞങ്ങളിപ്പോ കൃഷി വകുപ്പിന്റെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ആ കൃഷി വകുപ്പിന്റെ ഒത്തിരി നല്ല കാര്യങ്ങളുമായിട്ട് നമുക്ക് പോവാം. വിവാദങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു അപശബ്ദത്തിലേക്കും ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ അതൊന്നും പ്രസക്തമായിട്ടുള്ളൊരു സബ്ജക്റ്റ് അല്ല. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും ലീഗാണ് ഇവിടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കാരണം സമസ്ത ലീഗിൻ്റെ MLA തള്ളുന്നു. മാത്രമല്ല, ഒരു ജനപ്രതിനിധിക്ക് ഇവിടെ സ്വതന്ത്രമായി അവരുടെ കാര്യങ്ങൾ പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ മതസംഘടനകൾ ഇടപെടുമ്പോൾ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ലീഗിൻ്റെ നിലപാടെന്താണ്? ഇതിനോട് ഫാത്തിമ തഹ്ലിയ പരസ്യമായി പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ടോം, മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA എന്ന രീതിയിലാണ് ഫാത്തിമ തഹ്ലിയ സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭാംഗം ആയത്. അതിനുശേഷമാണ് പേരാമ്പ്രയിൽ നടന്ന ഒരു ചടങ്ങിൽ തിരിതെളിച്ച് അവർ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനെതിരെയാണ് സമസ്ത രംഗത്തെത്തിയത്. ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന സമസ്ത മുഷാവറ യോഗത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ നടക്കുകയും ഒരു ദീപം എന്ന രീതിയിൽ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ഒരു സ്രോതസ് എന്ന രീതിയിൽ അത് വിളക്ക് തെളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, മറിച്ചൊരു ആരാധന അല്ലെങ്കിൽ ഒരു ദൈവത്തെങ്കിലുള്ള അർപ്പണം എന്ന രീതിയിലാണ് വിളക്ക് തെളിയിക്കുന്നതെങ്കിൽ അത് വർജിക്കണം എന്ന് തന്നെയാണ് ആ സമസ്ത മുഷാവറ മുന്നോട്ട് വെച്ച കാര്യം. അതായത് പൊതുവേദികളിൽ മുസ്ലിങ്ങളായ ജനപ്രതിനിധികൾ തിരിതെളിച്ച് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യരുത് എന്ന് തന്നെയാണ്. ഇന്ന് അതിൽ കുറച്ചുകൂടി വ്യക്തത കൈവന്നിട്ടുണ്ട്. കാരണം ഉമർ ഫൈസി മുക്കം മുഷാവറ അംഗമാണ്. അദ്ദേഹം പറയുന്നു, ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ തിരിതെളിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കർമ്മം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഈശ്വരനുള്ള ഒരു അർപ്പണം എന്ന രീതിയിലാണ് തിരിതെളിക്കുന്നത്. അതുകൊണ്ട് അത്തരം തിരിതെളിക്കൽ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. കാരണം ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഏക വിശ്വാസത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവരാണ് ഇസ്ലാം മതവിശ്വാസികൾ. അതുകൊണ്ട് അവർ മറ്റ് ആരാധനയിൽ നിന്ന് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. അതായത് ഫാത്തിമ തഹ്ലിയ നിലവിൽ ചെയ്ത പ്രവൃത്തി അത് മുസ്ലിംങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ്, നടപടി ആണ് എന്ന് പറയുന്നു. ഒപ്പം ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കണമെങ്കിൽ അത് വിളക്ക് തെളിച്ച് മാത്രം ആവണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാടമുറിച്ചും മറ്റ് പല രീതിയിലുള്ള ഉദ്ഘാടന ചടങ്ങുകളുണ്ട്. വിളക്ക് തെളിച്ച് മാത്രം എന്തിന് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കണം എന്ന ചോദ്യവും ചോദിക്കുന്നു. ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഏത് രീതിയിൽ ഈ ചടങ്ങ് നടത്തണമെന്ന്. പക്ഷേ മുസ്ലിം വിശ്വാസികളായ ജനപ്രതിനിധികൾ ആ രീതിയിൽ വിളക്ക് കൊളുത്തലിനെ കാണേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ വിവാദം വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ മുഷാവറയുടെ തീരുമാനം എത്തിയതിന് പിന്നാലെ നമ്മൾ ഫാത്തിമ തഹ്ലിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു വിവാദമാക്കുന്നതിനോ അല്ലെങ്കിൽ ഇതേക്കുറിച്ച് വിശദീകരണം നൽകുന്നതിനോ അല്ലെങ്കിൽ ഈ സമസ്തയുടെ ഈ നിലപാടിനോട് തന്റെ അഭിപ്രായം അറിയിക്കുന്നതിനോ താൻ ഈ ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല എന്നതിനാണ് ഇന്ന് നമ്മൾ രണ്ട് മന്ത്രിമാരോട്, ഈ ഇസ്ലാം മതവിശ്വാസികളായ രണ്ട് മന്ത്രിമാർ, ഒരാൾ
വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് എൻ ഷംസുദ്ദീൻ. അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. നേരത്തെ നടന്ന സർക്കാരിന്റെ പ്രവേശനോത്സവമുള്ള ചടങ്ങുകളിലും അദ്ദേഹം തിരിതെളിക്കുന്നതിൽ നിന്നും മാറി ഒരു അകലം പാലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ലീഗിനോട് ഇക്കാര്യം ചോദിച്ചപ്പോഴും അതൊക്കെ ഒരുപാട് വേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഈ വിവാദങ്ങളെ കുറിച്ചല്ല സംസാരിക്കേണ്ടതെന്ന രീതിയിൽ തന്നെയായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ലീഗിന് കൃത്യമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ പറയേണ്ടി വരും. പുതുതായി ഭരണ സാരഥ്യം ഏറ്റെടുത്ത മന്ത്രിമാർക്കും MLA മാർക്കും ഒക്കെ ഒരുപാട് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വരും. മുസ്ലിം ലീഗിൽ നിന്നും ഒരുപാട് മന്ത്രിമാർ ഉള്ള ഒരു സമയമാണ്. പേരാമ്പ്ര പോലുള്ള മണ്ഡലങ്ങളിൽ പല പരിപാടികളിലും ഇത്തരത്തിൽ വിളക്ക് കൊളുത്തി തന്നെയാവും ഉദ്ഘാടനമൊക്കെ നടക്കാൻ പോവുകയും ചെയ്ത്. അതുകൊണ്ട് എന്ത് നിലപാടാവും ഇക്കാര്യത്തിൽ ഫാത്തിമ തെഹ്ലി അടക്കം മുന്നോട്ട് തീരുമാനിക്കുക എന്നതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. ടോം. യെസ്, അതാണ് അനീഷ് സൂചിപ്പിച്ചത്. ഈ വിഷയത്തിൽ എങ്ങനെ ലീഗും ഫാത്തിമ തെഹ്ലിയും എന്ത് നടപടി സ്വീകരിക്കും, എന്ത് നിലപാട് സ്വീകരിക്കും? കാരണം ഇങ്ങനെ വിവിധ മതവിഭാഗങ്ങളുടെ സ്ഥാപനങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട്. അവിടെ പങ്കെടുക്കുമ്പോൾ ഇത് ഇന്ത്യയുടെ ഒരു, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു രീതിയാണ്, തനതായിട്ടുള്ള രീതിയാണ്, സംസ്കാരത്തിൻ്റെ ഭാഗമാണ് തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനെ ഇനി ഈ മതസംഘടനകൾ അതിന് വിലക്കുമോ, അത് ലീഗ് അനുസരിക്കുമോ, അതാണ് കണ്ടറിയേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.